രാഹുലിൻ്റെയും അനുപത്തിൻ്റെയും സഭാസമക്ഷമുള്ള അവരുടെ വിവാഹ സമ്മതം പ്രകടിപ്പിക്കുന്ന സമയമാണിത്. നിങ്ങളെല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ ഇടപ്പള്ളി സെയിൻറ്റ് ജോർജ് ഫൊറോന ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഇടവകാംഗമായ അനുഭവവും കലൂർ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ ഇടവകാംഗമായ രാഹുലും അവരുടെ സമ്മതം സഭാസമക്ഷം പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനുപത്തിൻ്റെ കുടുംബം ഇടവക ദേവാലയവുമായിട്ട് ഏറെ ബന്ധപ്പെട്ടൊരു കുടുംബമാണ്. പിതാവ് സെബാസ്റ്റ്യൻ ഇവിടുത്തെ സെൻട്രൽ കമ്മിറ്റി അംഗമാണ്. മാതാവ് കാറ്റീസൻ ടീച്ചറാണ്. അനുജത്തിയും കാറ്റീസൻ ടീച്ചറാണ് അനുഷ. അപ്പോൾ ഇടവകയുമായിട്ട് ഏറെ ബന്ധപ്പെട്ടൊരു കുടുംബമാണ്. വിൻസെൻഷ്യൻ സമൂഹവുമായിട്ടും ഏറെ ബന്ധപ്പെട്ടതാണ്. അവർക്ക് ഏറെ പറയുവാനുണ്ടോ ആ കുടുംബത്തെ പറ്റി. തീർച്ചയായിട്ടും അവരെ പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട ടോണി ചക്കങ്കലച്ചനാണ് കാർമ്മികത്വം വഹിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛനും പറയുമായിരിക്കും. നിങ്ങൾക്കെല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. നിങ്ങൾ ഏറ്റെടുക്കുന്ന തമ്പുരാന് വേണ്ടി ഏറ്റെടുക്കുന്ന ഈ വലിയ ഉത്തരവാദിത്വം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രാഹുൽ, അനൂപം രണ്ടുപേരുടെയും മാതാപിതാക്കള്, ബന്ധുമിത്രാദികള് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ അൾത്താരയുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുക. തങ്ങളുടെ വിവാഹ വാഗ്ദാനം പരസ്പരം സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ അൾത്താരിൽ നിന്നും ഈ ജീവിതം ആരംഭിക്കാനായിട്ട് അവർ തീർച്ചയായിട്ടും അനുഗ്രഹത്തിനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ഈ ആഴ്ചയും പറഞ്ഞതുപോലെ ഈ ഇടവക ദേവാലയവുമായിട്ടും വിൻസെൻഷ്യൻ ടെലേറ്റ് ദേവാലയവുമായിട്ടും ഒത്തിരിയേറെ അടുത്തിടപഴകുന്ന കുടുംബമാണ് അനുപമത്തിൻ്റേത്. ഞങ്ങൾക്കെല്ലാവർക്കും ഏറെ സന്തോഷമുണ്ട്. നല്ലൊരു ക്രിസ്തീയ കുടുംബജീവിതാന്തത്തിലേക്ക് അനുപം പ്രവേശിക്കുകയാണ്. രാഹുലിനെ ഈ ഇടവകയിലേക്കും ജനലേറ്റിലെ കമ്മ്യൂണിറ്റിയിലേക്കും എല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വികാരിയച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും അതുപോലെ വിൻസെൻഷ്യൻ ടെലേറ്റിലെ പ്രതിനിധികളായ അച്ഛന്മാരുടെ എല്ലാം സാന്നിധ്യം ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും ഇവര് ഈ ഇടവക ക്രിസ്തീയ കൂട്ടായ്മയ്ക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ഗാനശുശ്രൂഷ വഴിയും മതാധ്യാപനം വഴിയും ഒത്തിരിയേറെ നന്മകൾ ഈ സമൂഹത്തിൽ നൽകുന്നുണ്ട്. അതെല്ലാം ഇവിടെ ബഹുമാനിക്കപ്പെടുകയാണ്. നിങ്ങൾ ആദരിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ടാകും. ഈ മംഗളകർമ്മത്തിന് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിങ്ങളെ നല്ല ക്രിസ്തീയ കുടുംബജീവിതത്തിലേക്ക് ഒരുക്കുവാനായിട്ടുള്ള എല്ലാ കൃപാവരങ്ങളും പ്രസാദപരവും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുക്കർമ്മങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമി മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിളി സ്വീകരിച്ച് വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത ജീവിക്കുവാനുള്ള തങ്ങളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഈ വിവാഹാർത്ഥികളെ അനുപമനെയും രാഹുലിനെയും ആശീർവദിച്ച് വിശദീകരിക്കണമേ. മാതൃകാപരമായ കുടുംബജീവിതത്തിന് തങ്ങളെ തന്നെ ഒരുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിന് നിയമമനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവരും ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പനയെ വിട്ടു നടക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനങ്ങളെ എന്റെ അധരങ്ങൾ പ്രഘോഷിക്കും. സമ്പൽ സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നവരെ അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. വിവാഹ ജീവിതത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമുടെ
നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. നമുക്ക് സ്വരമുയർത്തി സജീവന ദൈവത്തെ പ്രകീർത്തിക്കാം. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവം, ഞങ്ങളുടെ ജീവദായകവും ദൈവികമായ വചനം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഗുരുആശീർവദിച്ചാലും. മിശിഹാ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. ഞാൻ എന്റെ സർവ്വസമ്പത്ത് ദാനം ചെയ്താലും എന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നുമില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ശിംശയുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 15 വാക്യങ്ങൾ 9 മുതൽ 12 വരെ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എന്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, നിന്നുകൊണ്ട് നിങ്ങൾ പ്രസംഗം കേൾക്കേണ്ടി വരുമെന്ന്, പക്ഷെ കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ വിവാഹത്തിന് വേണ്ടി ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്ന ആരെയും കണ്ടു പഠിക്കരുത്. അപ്പോൾ അവർക്ക് സങ്കടം വരും, അത് മോശമായി പോയാൽ അങ്ങനെ പറഞ്ഞത്. സാരമില്ല, നിങ്ങളൊന്ന് ഓർത്താൽ മതി. ആദ്യ നാളത്തെ സ്നേഹം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു പോയതുപോലെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാനാണ് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്. ഇവരെ കണ്ടു പഠിക്കരുത്. ആരെ കണ്ടു പഠിക്കണമെന്ന് അവസാനം പറഞ്ഞുതരാം. നമ്മൾ പണ്ട് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്. വഴിയിൽ ഭിക്ഷ യാചിച്ച് നിൽക്കുന്ന ഒരു യാചകന്റെ കഥ. രാജാവിന്റെ മുമ്പിൽ കൈനീട്ടി കഴിഞ്ഞാൽ തന്റെ സകല പ്രശ്നങ്ങളും മാറുമെന്ന് വിചാരിച്ച ആ മനുഷ്യന്റെ മുമ്പിലേക്ക് രാജാവ് ഇറങ്ങി വന്നിട്ട് കൈനീട്ടുകയാണ്. മനസ്സോടെ സങ്കടത്തോടുകൂടെ, ഏറ്റവും സങ്കടത്തോടുകൂടെ ആ മനുഷ്യൻ തന്റെ കയ്യിലിരിക്കുന്ന സഞ്ചിയിൽ നിന്നും ഒരു നെൽമണി എടുത്ത് രാജാവിന് കൊടുത്തു. വീട്ടിൽ വന്നിട്ട് സങ്കടത്തോടുകൂടെ തനിക്ക് കിട്ടിയതൊക്കെ കുടഞ്ഞിടാൻ നേരത്തെ ആ മനുഷ്യൻ ശ്രദ്ധിച്ചു, അതിലൊരു നെൽമണി സ്വർണമായി മാറിയിരുന്നു. അപ്പോഴാണ് ആ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സങ്കടമുള്ള വ്യക്തിയായത്. കാരണം എന്താണെന്ന് അറിയാവോ? കൊടുക്കാതിരുന്നതിനെ ഓർത്ത് സങ്കടപ്പെട്ട മനുഷ്യൻ. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ വരാതിരിക്കട്ടെ. കാരണം ഇന്ന് ദൈവം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സമ്മതവും ഒക്കെ ദൈവം ചോദിക്കുകയാണ്. അതുകൊണ്ട് പരസ്പരം അർഹിക്കുന്ന സ്നേഹം, ബഹുമാനം, അത് കുടുംബങ്ങളോടുള്ളതായാലും വ്യക്തികളോടുള്ളതായാലും അതെല്ലാം കൊടുത്ത് അതെല്ലാം സ്വർണ്ണമയമാക്കി മാറ്റി ദൈവത്തിന് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇന്ന് ദൈവം നൽകുന്ന അവസരം വിനിയോഗിക്കാനായിട്ട് പരിശ്രമിക്കുക. നമ്മൾ മാർത്തോമാ ക്രിസ്ത്യാനികൾ ആരെ കണ്ട് പഠിക്കണമെന്ന് ഞാൻ പറയാം, അത് ക്രിസ്തുവിനെയാണ്. കാരണം ഉണ്ടല്ലോ,
ക്രിസ്തു ഈ കുരിശേ കയറിയത് തനിക്ക് വേണ്ടിയല്ല, കയറിയത് സഭയ്ക്ക് വേണ്ടിയാണ്, സഭയാകുന്ന മണവാട്ടിക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ രാഹുൽ, അനുപം, നിങ്ങൾ സ്വന്തം ഇഷ്ടങ്ങളെ ഇനി മാറ്റിവെക്കും. കാരണം ജീവിത പങ്കാളിക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കും. ആ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നതിൽ ഒരു അല്പം വേദനയുണ്ട്. പക്ഷെ ആ വേദന കാണുമ്പം, ആ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച മുറിവുകൾ കാണുമ്പം അന്ന് ജീവിത പങ്കാളി മനസ്സിലാക്കും ഇത് ദൈവത്തിൽ നിന്നുള്ള വ്യക്തിയാണെന്ന്. അപ്പോഴാണ് മനസ്സിലാവുക, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് അവർ മുട്ടുകുത്തും. എന്തിനാണെന്നോ, ഇത് മനുഷ്യനല്ല, ദൈവമാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്ത് കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ഡാഷ എന്ന് പറഞ്ഞ് ഇല്ലേ, വൈകുന്നേരം പ്രാർത്ഥിക്കാറുണ്ട്. അത് ദൈവമാണ്. കാരണം മനുഷ്യനല്ല, ദൈവമാണ് ഈ കുടുംബത്തെ സ്ഥാപിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കൊറോണ ആയതുകൊണ്ട് എളുപ്പമുണ്ട്, ആരൊക്കെ വന്നെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഇവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. അപ്പം ഇവരൊക്കെ പ്രാർത്ഥിക്കുന്ന ഇതാണ്, കാരണം ജീവിതം എന്താണെന്ന് ഇവർ കണ്ടു. ആ ലോകത്തിലേക്ക്, നമ്മൾ കണ്ട ലോകത്തിലേക്കാണ് ഇവരിനി ഇറങ്ങാനായിട്ട് പോവുക. അപ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന വലിയ കടമ നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു ദിവസം, ഇന്നത്തെ ദിവസമൊന്നും അല്ല, വരുന്ന ഏതെങ്കിലും കല്യാണത്തിന് മുമ്പുള്ള ഒരു ദിവസം ഒരു നേരമെങ്കിലും സാധിക്കുമെങ്കിൽ ഉപവസിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ഈ ലോകം എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ലോകത്തിലേക്ക് ഇവർ ജീവിക്കാൻ ഇറങ്ങുമ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ദൈവത്തിന്റെ അനുഗ്രഹവും ഇവരോടുകൂടെ എന്നും ഉണ്ടാകുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. രാഹുൽ, അനുപം. സ്വർഗീയ മണവാളനായ ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭ അവിടത്തോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിന്റെ ഈ കൗദാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്വ ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. രാഹുൽ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അനുപമിനെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? ഗുഡ്. അനുപം, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ രാഹുലിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? ഗുഡ്. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണല്ലോ. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടി കർത്താവ് ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ. ക്രിസ്തീയ വിവാഹം ദൈവവുമായുള്ള ഉടമ്പടിയാണെന്നും മരണം വരെ നിലനിൽക്കുന്നതുമാണെന്നുള്ള ബോധ്യത്തോടെ ഇവരെ കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുങ്ങുവാൻ കർത്താവേ, ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ. ഈശോയാണ് ഇവരെ പരസ്പരം യോജിപ്പിക്കുന്ന അറിയുവാനും വിവാഹ ജീവിതത്തിന് പരസ്പരം ഐക്യവും വിശ്വസ്തതയും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് വിവാഹത്തിന് ഒരുങ്ങുവാൻ കർത്താവേ, ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹ ബന്ധത്തിന്റെ അഭേദ്യതയും കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളും ശരിയായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് വിവാഹ ജീവിതത്തിന് ഒരുങ്ങുവാനും കർത്താവേ, ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്നേഹത്തെ പ്രതി കുരിശുമരണം വരിച്ച ഈശോയെ പോലെ ഇവരും സ്നേഹത്തെ പ്രതി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നതിന് സന്നദ്ധുള്ളവരായി തീരുവാൻ കർത്താവേ, ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഇവരെടുത്തിട്ടുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശ നിർഭരമായ പ്രാർത്ഥനയിലൂടെ വിവാഹത്തിന് സ്വയം സജ്ജമാക്കുവാനും കർത്താവേ, ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ഒരുങ്ങുന്ന ഇവരെ സ്നേഹത്തെ വളർത്തണമേ. അങ്ങയുടെ കൃപാവര സമർത്ഥമായി ഇവരെ ചൊരിഞ്ഞ് ഇവരെ പരിപാലിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വധുവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ച് മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചും അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥന നിരതരായി വിവാഹത്തിനൊരുങ്ങുവാൻ കാരുണ്യവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടെയും പ്രതീക്ഷയോടും കൂടെ വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും
പരിശുദ്ധാത്മാന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.